സുഹൃത്തുക്കളെ, മമ്മൂട്ടി എന്ന് പറയുന്ന നടന് പത്മ പുരസ്കാരം കിട്ടാത്തതിൽ അഭിമാനിക്കേണ്ട ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ച് നമ്മുടെ കേരളത്തിൽ കിട്ടിയ ഒരാളുടെ പേര് ഗൗരി ലക്ഷ്മി ഭായ് എന്നതാണ്. അവർ നമ്മുടെ പഴയ രാജകുടുംബാംഗമാണ്. മനസ്സിലാക്കണേ, പഴയ രാജകുടുംബാംഗമാണ്. രാജാവ്, രാജകുടുംബാംഗം, അതുപോലെ തന്നെ രാജ്ഞി എന്ന് പറയപ്പെടുന്ന ഇത്തരം പരിപാടികളൊക്കെ ഇവിടുന്ന് തൂത്തെറിഞ്ഞ് കളയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ആ സംഭവം വന്നതിന് ശേഷം അവർക്കൊന്നും അത്ര വില കൊടുക്കേണ്ട ആളുകൾ സാധാരണ പൗരന്മാരാണെന്നുള്ള ഒരു ബോധമെങ്കിലും നമ്മൾ കാണിക്കേണ്ടതാണ്. അവർ വെറും സാധാരണ പൗരന്മാരാണെന്നേ. നിങ്ങൾ 2016 ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ സംശയം തോന്നും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ മമ്മൂട്ടിയെയും ഗൗരി ലക്ഷ്മിയെ പറ്റി അങ്ങനെ താരതമ്യം ചെയ്യാൻ പോലും ഗൗരി ലക്ഷ്മി ഭായ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ചെയ്തതും നമ്മൾ കണ്ടതുമായിട്ടുള്ള ഒരു ഏക കാര്യം, ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ ചെടി കരിഞ്ഞു പോകുമെന്ന് പറയുന്ന പക്ക അശാസ്ത്രീയവും മഹാമണ്ഡത്തരവും അങ്ങണ്ട് ഒരു മടിയില്ലാതെ ചേപ്രത്തരം പോലെ പറഞ്ഞു വയ്ക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് നമ്മൾ കൃത്യമായിട്ട് ഒന്നും മനസ്സിലാക്കേണ്ടതാണ്. 2016 ഒരു തെരഞ്ഞെടുപ്പില് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോയിരുന്നു. വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് ഈ ചെങ്ങാതിയോട് ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകൻ, നിങ്ങൾ ഒരു വലിയ വ്യക്തിയല്ലേ, നിങ്ങൾ എന്തിനാണ് ക്യൂ നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഞാൻ വെറും പൗരൻ മാത്രമാണ്, ഞാനിവിടെ ക്യൂ നിന്നുകൊണ്ട് വോട്ട് ചെയ്തോളാണ്. ഇങ്ങനെ വോട്ടെടുപ്പിനെ പോലും നേരം പോലെ അംഗീകരിക്കാത്ത ആളുകളാണ് ആ ഒരു രാജകുടുംബാംഗത്തിലുള്ള ആളുകൾ എന്നൊക്കെ മനസ്സിലാക്കണം. അവർക്കൊക്കെ ഈ ഒരു പത്മ പുരസ്കാരം കിട്ടുന്ന സമയത്ത് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് അവർക്ക് കിട്ടുന്ന അതേ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടാതിരിക്കുന്നത് പോലും മമ്മൂട്ടിക്ക് ഒരു അവാർഡ് തന്നെയാണ്. മമ്മൂട്ടി ഒരിക്കലും പൊതുവേദിയിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അശാസ്ത്രീയത പറയത്തില്ല. ഒരിക്കലും അശാസ്ത്രീയമായ കാര്യങ്ങൾ എഴുന്നള്ളിക്കാറില്ല. നമ്മുടെ ഈ ആർത്തവമുള്ള സ്ത്രീകൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകുമെന്ന് പറയുന്ന തരത്തിലുള്ള അശാസ്ത്രീയമായ കാര്യങ്ങൾ പൊതുവേദിയിലോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലോ ഈ ഒരു മനുഷ്യൻ നടപ്പിലാക്കത്തില്ല. തികഞ്ഞ മാനുഷിക മൂല്യങ്ങൾ അങ്ങനെ കൈപ്പിടിയിൽ ഒടുക്കുന്ന മനുഷ്യരാണ്. നൻപക നേരത്ത് മയക്കെന്ന് പറയുന്ന സിനിമ, അതിപ്പോ ഈ കാതൽ എന്ന് പറയുന്ന സിനിമകളൊക്കെ ഇറക്കിയ സമയത്ത് അദ്ദേഹം ഈ പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തില് മാനുഷിക മൂല്യങ്ങളുള്ള സിനിമകൾ കൂടി ഇറങ്ങണമെന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഈ ചെങ്ങാതി എന്നാണ്. ഇത്തരം സിനിമകൾ കൂടി അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റ് എന്ന് പറയുന്ന ആ സംഗതിക്ക് ആദ്യമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു മനുഷ്യൻ കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെങ്ങാതി. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പത്മഭൂഷൺ കിട്ടാതിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളൊപ്പം എവിടെ കിടക്കുന്നു ആ ഒരു തമ്പുരാട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്ന് കൂടി നമ്മളൊന്ന് കണക്കിലാക്കപ്പെടേണ്ടതാണ്. ഒപ്പം തന്നെ ഈ ഒരു ചെങ്ങാതി ഒരിക്കലും നമ്മുടെ മുമ്പിലേക്ക് ജാതി നോക്കിക്കൊണ്ടോ മതം നോക്കിക്കൊണ്ടോ സംസാരിക്കത്തില്ല. മനുഷ്യനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രകാലം ചിന്തിച്ചിട്ടുള്ളൂ, അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ, ഇനിയും അങ്ങോട്ട് ചിന്തിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് അശാസ്ത്രീയത പറയാത്ത, ജാതിയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാത്ത, തന്നെ മതത്തെക്കുറിച്ച് ഗംഭീരമായിട്ട് വർത്തമാനം പറയാത്ത, അതിനെ പറ്റിയിട്ട് ഊറ്റം കൊള്ളാത്ത, താൻ ജനിച്ച വംശത്തെക്കുറിച്ചോ താൻ ജനിച്ച തറവാടിനെ കുറിച്ചിട്ടോ ഊറ്റം കൊള്ളാത്ത മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് എനിക്ക് തോന്നുന്നത് ഇടതുകാലത്തൊന്നും പത്മ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് നമ്മുടെ രാജ്യത്തിന്, പത്മ എന്ന് പറയുന്ന ആ ഒരു അവാർഡ് നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കിട്ടാൻ പോകുന്നില്ല. ഇതിനു മുമ്പത്തെ സമയങ്ങളിലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് ചെയ്തു കൊടുത്ത ആ സംഭാവന കൊണ്ട് മാത്രം കിട്ടേണ്ടതാണ്. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന് പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു കാവ്യ നിറത്തിലുള്ള രാഷ്ട്രീയം അങ്ങനെ കടന്നു കളിക്കുന്നുണ്ടെന്നുള്ള അർത്ഥം. എന്തൊക്കെയായാലും ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടാതെ പോയതുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇനിയും അങ്ങോട്ട് ഉയരെ ഉയരെ കേൾക്കുകയല്ലാതെ ഒട്ടും താഴത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളായി പറയാൻ എന്താണ്? ബൈ.